ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചില്ലി ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണിയൻ, ബെൽ പെപ്പർ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഡ്രൈ ചില്ലി, കൊറിയാണ്ടർ ലീഫ്, സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പെപ്പർകോൺ പൗഡർ ഇടുന്നുണ്ട്, അത് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട്, കറിക്ക് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട്. ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി പേസ്റ്റ് ഇതും കൂടി ആഡ് ചെയ്യണം. പിന്നെ വൈറ്റ് സെസ്മി സീഡ് ലാസ്റ്റ് ഗാർണിഷിങ് യൂസ് ചെയ്യുന്നുണ്ട്. ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സോൾട്ടും കോൺ പൗഡറും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ജിഞ്ചിലി ഓയിലാണ്, എള്ളിൻ്റെ എണ്ണയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഗാർലിക് പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. പെപ്പർകോൺ പൗഡർ ഇടുന്നുണ്ട്, സോസസ് ഇടുന്നുണ്ട്, എല്ലാ സോസും ഇടുന്നുണ്ട്. അതിനുശേഷം അത് കോൺ പൗഡർ കലക്കി കുറച്ച് തിക്നെസ്സിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് ആ കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട്, ഗ്രേവിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതെല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ചിക്കൻ്റെ പീസസ് ഇടുന്നു, അതിന് ശേഷമാണ് നമ്മൾ ബ്രൗൺ ഷുഗർ കുറച്ച് ആഡ് ചെയ്യുന്നത് ഇതിനകത്തേക്ക്. അത് കഴിഞ്ഞിട്ട് കൊറിയാണ്ടർ ലീഫ് ഇടുന്നു. ഇത് നന്നായിട്ടൊന്ന് കൂടി ചൂടായതിന് ശേഷം നമ്മുടെ പ്ലേറ്റിംഗ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റുന്നു, ബൗളിലേക്ക് മാറ്റുന്നു. അത് മാറ്റിയതിന് ശേഷം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. സ്പ്രിംഗ് ഓണിയൻ ഒരു നല്ല ഫ്രാഗ്രൻസാണ് കൊടുക്കുന്നത്, ഈ കറിക്ക് യോജിക്കുന്ന ഒരു ഫ്രാഗ്രൻസാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് സെസ്മി സീഡ് ഇടുന്നുണ്ട്, അത് മിക്കവാറും ചൈനീസ് എല്ലാ ഡിഷസിലും ഇങ്ങനെ ചില്ലി ചിക്കനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ചില്ലി ചിക്കൻ്റെ റെസിപ്പി നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രാമ്പിൾ ചിക്കൻ ഫിംഗേഴ്സ് വെച്ചിട്ട്, അത് റെഡിമെയ്ഡായിട്ട് വരുന്നതാണ്. അത് വെച്ചിട്ട് ഞാനൊരു ചൈനീസ് പോലെ തന്നെ ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം. വലിയ സ്പൈസി ഒന്നുമില്ല. അപ്പോൾ അത് 15 മിനിറ്റ്സാണ് അത് കുക്ക് ചെയ്യാനുള്ള ടൈം. ഞാനത് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് ഹൈ പ്രോട്ടീൻ സോഴ്സ് ഉണ്ട്, പിന്നെ നോ ആഡഡ് ഹോർമോൺസ് ആണ്. പിന്നെ അടുത്തത് ഞാനൊരു പാൻ വെച്ചിട്ട് ജിഞ്ചിലി ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ജിഞ്ചിലി ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചു, ജിഞ്ചിലി ഓയിൽ ഒഴിച്ചു. ഇതാണ് നമ്മുടെ അകത്തിരുന്ന ആ ക്രാമ്പിൾ ചിക്കൻ ഫിംഗേഴ്സ്. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ടല്ല, അതിനകത്ത് നമുക്ക് കൊള്ളുന്നത്ര ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സ്നാക്സ് അല്ലെങ്കിൽ നമ്മുടെ പറാത്താസിൻ്റെ കൂടെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ക്രാമ്പിൾ ചിക്കൻ ഫിംഗേഴ്സ് ഇടുന്നു. റെഡിമെയ്ഡ് ആണിത്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. സോ നമുക്കൊരു ടോങ് വെച്ചിട്ട് അത് എങ്ങനെയാണ് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ അതിന് ഒരു ഗോൾഡൻ കളർ, ഒരു ബ്രൗൺ കളർ വരും, ഒരു ചെറിയ സ്ലൈറ്റ് ബ്രൗൺ കളർ നമുക്ക് വരും. അപ്പോൾ അതിൻ്റെ പാകമായിട്ടുണ്ട്. അത് എന്നിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്ത് ഓരോന്നും തിരിച്ച് മറിച്ച് ഇടണം. ഇപ്പോൾ ഈ വശത്ത് ഞാനിങ്ങനെ ടോങ് വെച്ചെടുക്കുന്നത് ഒരു വശമായിട്ടുണ്ട്, ഇതിന് ഡൗൺ സൈഡ് ഒന്നുകൂടി ആവാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് എടുത്തതിന് ശേഷം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് വേറൊരു സോസ് പാൻ പോലെ വെച്ചിട്ട് അതിനകത്തേക്ക് ജിഞ്ചിലി ഓയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫിംഗേഴ്സ് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തു, ബിക്കോസ് ഇറ്റ്സ് ടു ലെങ്തി ആയിരുന്നു. അത് ഇച്ചിരി ലെങ്ത് ഉള്ളതായിരുന്നു. അപ്പോൾ അത്
കറിയല്ല, അതിലൊക്കെ കിടക്കുമ്പോൾ ഒരു ഇതുണ്ട്. പിന്നെ അത് നമുക്ക് ഇളക്കിയെടുക്കാനും ഒക്കെ ഒരിച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടു. അപ്പോൾ അത് സ്നാക്സ് പോലെ കഴിക്കാനും നല്ലതാണ്. സ്റ്റാർട്ടർ, നോട്ട് സ്നാക്സ്, സ്റ്റാർട്ടറായിട്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനേക്ക് ഗാർലിക്കാണ് ഞാനിടുന്നത്. ഒരു വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒരു ഗാർലിക് ഇടുന്നുണ്ട്. അതിനകത്തേക്ക് ഓണിയൻസ് ഇടുന്നു. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ജസ്റ്റ് എണ്ണയിലേക്ക് കിടക്കുമ്പോൾ അടുത്ത് നമ്മൾ അതിന് വേറൊന്നും ഇതിനകത്തേക്ക് യൂസ് ആക്കുന്നില്ല. സോസസ്, ഹോട്ട് ചില്ലി സോസ്, ചില്ലി പേസ്റ്റ്, പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കും. പിന്നെ നമ്മുടെ സോയ സോസ്. അപ്പോൾ ഇത് സോയ സോസ് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ സോൾട്ട് ഇടേണ്ടത്. കാരണം ചിലപ്പോൾ ചില സോയ സോസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സോൾട്ടി ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് അത് കുറച്ച് നല്ല കളറ് കൊടുക്കും, നല്ല കുറച്ച് ടേസ്റ്റും. അതായത് ഹോട്ട് ചില്ലി സോസും പിന്നെ ചില്ലി പേസ്റ്റും ഞാൻ ആഡ് ചെയ്തുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ സോസ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതെല്ലാം കൂടി യോജിക്കാൻ വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നന്നായിട്ട് ആ ഒരു ടൊമാറ്റോ സോസിൻ്റെ ഒരു മണമൊക്കെ ഒന്ന് പോകണം. ഒരു റോ മണമുണ്ടല്ലോ, അത് മാറിക്കിട്ടണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിക്നെസ്സൊക്കെ വന്ന് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു തിക്നെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതിനകത്ത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിക്കായിട്ടുള്ളൊരു ഗ്രേവി പോലെയല്ല, കുറച്ചും കൂടി ഇതാണ്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിംഗേഴ്സ്, ചിക്കൻ ഫിംഗേഴ്സ്, അതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഫിംഗേഴ്സ് ഇടുക. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി എല്ലാ ഭാഗത്തേക്കും കിട്ടണ പോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതെല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഒരു സോൾട്ട് കുറച്ച് ചേർക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ടൊമാറ്റോസും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് വലുതായിട്ടൊന്നും ചൂടാക്കരുത്, പെട്ടെന്ന് തന്നെ അതൊന്ന് എടുത്തോണം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. അത് ശരിയായി വന്നതിന് ശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചേർക്കാം. ഞങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ അത്രയ്ക്ക് അതിൻ്റെ ഒരു മണം ഇഷ്ടമല്ല, പക്ഷേ ഇതിന് ഇടുന്നത് നല്ലതാണ്. സ്പ്രിംഗ് ഓണിയൻ നമ്മൾ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് എൻ്റെ കയ്യിലുണ്ട്, അത് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആ ഗ്രേവി ഒന്ന് ഈ ക്രംബിൾ ചിക്കൻ ഫിംഗേഴ്സിൽ ഒന്ന് പിടിക്കണം. നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ ഞാൻ കൊറിയാൻഡർ ലീവ്സ് ഇട്ട് ഒന്ന് മിക്സാക്കി എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറ്റ് സെസമി സീഡ്സ് അത് ഇടുക. ഒരു ഭംഗിയുമാണ്, ഒരു ടേസ്റ്റിയുമാണ്. അത് കാണാൻ വേണ്ടിയിട്ടും കൊള്ളാം, കഴിക്കാൻ വേണ്ടിയിട്ടും നല്ലതുണ്ട്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് അതങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ ഇട്ടിട്ട് ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, ബിക്കോസ് ഇതിന് ഭയങ്കരമായിട്ട് വലിയ ഒരു സ്പൈസി ഒന്നുമല്ല. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഇത് യൂസ് ചെയ്യാം. ചിലർക്ക് ക്രിസ്പി സ്റ്റാർട്ടേഴ്സ് ഇഷ്ടമല്ലെങ്കിൽ ഇതിങ്ങനെ യൂസ് ചെയ്യാം. സെർവിങ് പ്ലേറ്റിലേക്ക് അപ്പോൾ വിജയകരമായിട്ട് മാറ്റിയിരിക്കുകയാണ്. നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹൃദയം തരുന്നു.